I'm a big believer that quantitative shifts lead to qualitative shifts at some point. എയുടെ ഓപ്പൺഹൈമർ എന്നാണ് സാം ആൾട്ട്മാൻ സ്വയം വിശേഷിപ്പിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും അത് മനുഷ്യന് എന്തൊക്കെ ദുരന്തങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ സാം വലിയ വായിൽ ഓപ്പൺഹൈമറെ പോലെ സംസാരിക്കുന്നത് ലോകം കുറെ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ കാലം ചില വ്യക്തികളെക്കുറിച്ച് വലിയ തിരുത്തലുകൾ ആവശ്യപ്പെടും. അയാളെക്കുറിച്ച് അതുവരെ നമ്മൾ കരുതിയതൊന്നുമല്ലല്ലോ ഇയാളെന്ന് അമ്പരന്ന് പോകുന്ന കണ്ടെത്തലുകൾ. സാം ആൾട്ട്മാനും അങ്ങനെ എക്സ്പോസർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇതുവരെ കണ്ടതോ ഇപ്പോൾ കാണുന്നതോ ഇനി കാണാനിരിക്കുന്നതോ അല്ല അയാൾ. സാം ആൾട്ട്മാൻ ഒരു ശാസ്ത്രജ്ഞനോ ഗവേഷകനോ അല്ല. അയാൾക്ക് ആകെ അറിയാവുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ലോകത്തിലെ ഏറ്റവും നല്ല തലച്ചോറുകളെ കൊണ്ട് പണിയെടുപ്പിക്കുക. പിന്നെ അതെല്ലാം താൻ വിഭാവനം ചെയ്തതാണെന്ന് അവകാശപ്പെട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് നാക്കിന്റെ ബലത്തിൽ കാശ് പിരിക്കുക, ആളാവുക. ഇതിപ്പോൾ പുതുതായി വെളിപ്പെട്ട കാര്യമൊന്നുമല്ല. അയാളെക്കുറിച്ച് അവിടെയായി പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. നല്ലൊരു ഷെഫ് കിടിലനായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഡിഷ് ഗാർണിഷ് ചെയ്യാനും അത് വെച്ച് ലോക കോടീശ്വരന്മാരെ ആകർഷിക്കാനും അറിയാവുന്ന, എന്നാൽ സ്വന്തമായി ഒന്നും പാചകം ചെയ്യാൻ അറിയാത്തൊരു ഷെഫായാണ് അയാളെ ഇന്ന് ടെക്സ് എക്സിക്യൂട്ടീവുകളെല്ലാം വിശേഷിപ്പിക്കുന്നത്. സാം ആൾട്ട്മാൻ ഒരു കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരിയല്ല. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഡ്രോപ്പ് ഔട്ടാണ്. തെറ്റില്ലാതൊരു കോഡ് എഴുതാനോ AI പോലെ ഇത്രയും കോംപ്ലക്സിറ്റിയുള്ള സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ നിർമ്മിക്കാനുള്ള പ്രായോഗിക അറിവും അയാൾക്കില്ല. ദ ന്യൂയോർക്കർ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ ഓപ്പൺ AIയിലെ കോർ എഞ്ചിനീയർമാരുടെ മീറ്റിങ്ങുകളിൽ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാവുന്ന അടിസ്ഥാന AI പദാവലികൾ പോലും ആൾട്ട്മാൻ തെറ്റായിട്ടാണ് പറയുക. മെഷീൻ ലേണിംഗിന്റെ ബേസിക് കാൽക്കുലേഷൻ തിയറി പോലും ആൾട്ട്മാൻ അറിയില്ല. ആദ്യമൊക്കെ അത് സാധാരണയായി വലിയ പ്രതിഭകൾക്ക് സംഭവിക്കുന്ന ബ്രെയിൻ സ്ലിപ്പേജ് ആണെന്നൊക്കെ എഞ്ചിനീയർമാർ കരുതി. വലിയ കാര്യം വ്യക്തമായപ്പോൾ അവർക്കും അയാളൊരു തമാശയായി മാറി. ലോകത്തെ മാറ്റിമറിച്ച ChatGPTക്ക് പിന്നിലെ ട്രാൻസ്ഫോർമർ ആർക്കിടെക്ചർ കണ്ടുപിടിച്ചത് താനാണെന്ന് വീമ്പ് പറഞ്ഞയാളാണ് സാം ആൾട്ട്മാൻ. അതിൽ ഒരു വരി കോഡോ ഒരു സിംഗിൾ ഒപ്റ്റിമൈസേഷനോ അയാളുടെ തലയിൽ നിന്ന് വന്നിട്ടില്ല. ട്രാൻസ്ഫോർമർ ആർക്കിടെക്ചർ വികസിപ്പിച്ചത് ഗൂഗിളാണ്, ആൾട്ട്മാൻ അല്ല. ഇതൊരു ഉദാഹരണം മാത്രം. പിന്നിലേക്ക് നോക്കിയാൽ ഒരു ഫേക്ക് പേഴ്സണിൽ നിന്നും ലോകം കണ്ട ഏറ്റവും വലിയ കോൺമാനിലേക്കുള്ള സാം ആൾട്ട്മാന്റെ പറുദീസ നഷ്ടം കാണാം. നമുക്ക് വിശദമായി നോക്കാം. എല്ലാ പ്രതിഭകളും ഡ്രോപ്പ് ഔട്ട് ആണെന്ന സിലിക്കൺ വാലി ജാടയാണ് ആദ്യകാലത്ത് സാം ആൾട്ട്മാനെ നയിച്ചത്. അങ്ങനെ അയാൾ കമ്പ്യൂട്ടർ സയൻസ് ബിരുദമെടുക്കാതെ സ്റ്റാൻഫോർഡിൽ നിന്നും ഇറങ്ങി എല്ലാവരെയും പോലെ ഒരു ടെക് സ്റ്റാർട്ടപ്പ് തുടങ്ങി. നിക് സിവോ, അലോക് ദേശ്പാണ്ഡെ എന്നിവരായിരുന്നു കൂട്ട്. സ്വർഗാനുരാഗിയായ സാമിന്റെ കാമുകനുമായിരുന്നു അന്ന് നിക്. 2005 ആദ്യത്തെ പ്രൊഡക്റ്റ് റെഡിയായി. ലൂപ്റ്റ് എന്ന പേരിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ. ഇന്നിപ്പോൾ നമ്മൾ വാട്സപ്പിൽ കറണ്ട് ലൊക്കേഷനും ലൈവ് ലൊക്കേഷനും ഒക്കെ അയച്ചു കൊടുക്കില്ലേ, അതുപോലൊരു സംഭവമാണ് ലൂപ്റ്റ്. അന്ന് വാട്സപ്പില്ലല്ലോ. സ്മാർട്ട് ഫോണുകളുടെ ആദ്യ ജനറേഷൻ പുറത്തിറങ്ങിയിട്ടേ ഉള്ളൂ. ട്രാൻസ്ഫോർമേഷൻ എറയിലെ ഈ പുതിയ സംഭവം, അതായത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ലൊക്കേഷൻ ഷെയറിങ്ങിന് സഹായിക്കുന്ന വിധത്തിലാണ് ലൂപ്റ്റ് തയ്യാറാക്കിയത്. അത്ര ക്ലീനായ സാധനമൊന്നും ആയിരുന്നില്ലെങ്കിലും അന്നത്തെ സാഹചര്യങ്ങളിൽ ആപ്പ് പ്രവർത്തിച്ചിരുന്നു. അന്ന് സാമും നിക് സിവോയും അലോക് ദേശ്പാണ്ഡെയും അരിഷ്ടിച്ച് ജീവിച്ചാണ് ലൂപ്റ്റ് ഓടിക്കാനുള്ള കാശ് കണ്ടെത്തിയത്. കാശ് പിരിക്കാൻ സാം ആൾട്ട്മാൻ ഫീൽഡിൽ ഇറങ്ങിയതോടെ അല്പം ഫണ്ടിംഗ് ഒക്കെ വന്നു. ആദ്യത്തെ 3 മാസം 100 യൂസർമാരെ മാത്രമാണ് ലൂപ്റ്റിന് കിട്ടിയത്. 5 മാസം കൊണ്ട് 500 പേർ മാത്രം. പക്ഷെ പണം വേണ്ടിയിരുന്നു. അതിന് സാം ആൾട്ട്മാൻ കണ്ടുപിടിച്ച വഴിയാണ് മാനിപ്പുലേഷൻ. അത് അയാളുടെ ജീവിതത്തിന്റെയും സ്വഭാവത്തിന്റെയും ഭാഗമായി മാറാൻ അധികം സമയം വേണ്ടി വന്നില്ല. 500 യൂസർമാരുള്ള ലൂപ്പിന് 50,000 യൂസർമാരുണ്ടെന്ന് കള്ളം പറഞ്ഞ് സാം ആൾട്ട്മാൻ നിക്ഷേപകർക്ക് മുന്നിൽ പ്രസന്റേഷനുകൾ നടത്തി. അവരെ വിശ്വസിപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞു. ആളുകളെ പറ്റിക്കുന്ന നിമിഷങ്ങൾ സാം ആസ്വദിച്ചു. $1 മില്യൺ അയാൾ ഇങ്ങനെ നുണ പറഞ്ഞ് ലൂപ്റ്റിനു വേണ്ടി പിരിച്ചെടുത്തത്. ഈ കളി തുടരുമ്പോൾ സാമിന് മറ്റൊരു കാര്യം കൂടി പിടികിട്ടി. ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിന് മുകളിൽ ആടയിരുന്നിട്ട് ഒരു കാര്യമില്ല. സിലിക്കൺ വാലി വിശ്വസിക്കുന്നത് മാനിപ്പുലേഷനുകളിലാണ്. ലൂപ്റ്റ് എത്രയും വേഗം നല്ല വിലയ്ക്ക് വിറ്റ് ഒരു ക്ലീൻ എക്സിറ്റ് നടത്തുക. അങ്ങനെ സാം അതിനുവേണ്ടിയുള്ള അന്വേഷണം തുടങ്ങി. അമേരിക്കയുടെ പസഫിക് കോസ്റ്റ് മുതൽ ന്യൂജേഴ്സി വരെ ഓടി നടന്ന് പ്രസന്റേഷൻ നടത്തി. ഇത് ഭാവിയുടെ സാധ്യതയാണ്. ലൂപ്റ്റ് അതിൻ്റെ കരുത്ത് കാണിക്കാനിരിക്കുന്നതേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ കണ്ടോളൂ ലൂപ്റ്റിൻ്റെ വളർച്ചയുടെ വേഗം എന്നിങ്ങനെ നിക്ഷേപകർ എന്താണോ കേൾക്കാൻ ആഗ്രഹിച്ചത് അതെല്ലാം അയാൾ വിളമ്പി. അങ്ങനെ ഒരു കൂട്ടർ ആ വാചകടിയിൽ വീണു. ഗ്രീൻ ഡോട്ട് കമ്പനി. 2012 ലോകത്തിലെ ഏറ്റവും വലിയ പ്രീപെയ്ഡ് ഡെബിറ്റ് കാർഡ് കമ്പനിയായിരുന്നു ഗ്രീൻ ഡോട്ട്. ഇന്നത്തെ വിസയ്ക്കും മാസ്റ്റർ കാർഡിനും എല്ലാം ഉള്ള സ്ഥാനം. സ്വന്തമായി ഒരു ബാങ്ക് തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു അവർ. അതിന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മൊബൈൽ ബാങ്കിങ് മേഖലയിലേക്ക് ആദ്യം കടക്കണം. സാം ആൾട്ട്മാന്റെ ലൂപ്റ്റ് അതിനെ സഹായിക്കുമെന്നാണ് ഗ്രീൻ ഡോട്ട് കരുതിയത്. അവർ ഡീലിന് സമ്മതം മൂളി. $43 മില്യൺ. അന്ന് ലൂപ്റ്റിന് ആകെയുള്ള യൂസർമാരുടെ എണ്ണം എത്രയാണെന്ന് അറിയാമോ? 7,000 പേർ. സാം ആൾട്ട്മാൻ അവകാശപ്പെട്ടതും ഫേക്ക് ചെയ്തതും 1/2 മില്യൺ യൂസർമാർ. 2012 മാർച്ച് 9 ഡീൽ യാഥാർത്ഥ്യമായി. ലൂപ്റ്റ് ആപ്പ് വാങ്ങിയ ശേഷം 3 മാസം മാത്രമാണ് ഗ്രീൻ ഡോട്ട് അത് ഉപയോഗിച്ചത്. വെറുമൊരു പാഴ ആപ്പാണിതെന്ന് അധികം വൈകാതെ തെളിഞ്ഞു. അവരത് തങ്ങളുടെ മൊബൈൽ ബാങ്കിങ് ഇന്റർഫേസുമായി ലയിപ്പിച്ചു. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. $43 മില്യൺ കൊടുത്തതല്ലേ എന്നതിൻ്റെ പേരിൽ മാത്രം. സാമിനോ വളരെ സക്സസ്ഫുള്ളായ എക്സിറ്റ് ആയിരുന്നു അയാൾക്കത്. കൈനിറയെ കാശ്, വെറും 26 വയസ്സ്. ഇനിയും ഓടാനുള്ള ഇന്ധനമായി മാനിപ്പുലേഷനിലും കമ്പനി ബൈയിങ് ആൻഡ് സെല്ലിലുമുള്ള എക്സ്പെർട്ടൈസ്. സ്വന്തമായി നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ അതിന് കിടിലൻ ഹൈപ്പ് നൽകാനുള്ള ശേഷി. താൻ എവിടെയെങ്കിലും നിൽക്കേണ്ടവനല്ലെന്ന് സാമിന് തന്നെ തോന്നി. ചിലർ കാശും കൊടുത്ത് നിക് സിവോയെയും അലോക് ദേശ്പാണ്ഡെയെയും പിരിച്ചയച്ച് സാം ആൾട്ട്മാൻ അടുത്ത മേച്ചിൽ പുറന്തേടി സിലിക്കൺ വാലിയുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി.
വൈ കോമ്പിനേറ്ററിലാണ് സാം ലാൻഡ് ചെയ്തത്. 2005 തുടങ്ങിയ സൗഹൃദമാണ് വൈസിയുമായി സാം ആൾട്ട്മാൻ ഉള്ളത്. ലൂപ്റ്റിനു വേണ്ടി കാശ് ചോദിച്ച് പലയിടത്തും ചെന്ന കൂട്ടത്തിൽ സാം വൈ കോമ്പിനേറ്ററിലും വന്നു. 2005 വൈസിയുടെ ആദ്യ ബാച്ചിൽ തന്നെ ആശയം പ്രസന്റ് ചെയ്യാനും അയാൾക്ക് കഴിഞ്ഞിരുന്നു. പിന്നീട് തന്റെ മെന്ററായി മാറിയ പോൾ ഗ്രഹാമുമായി ഇക്കാലത്തിനിടയ്ക്ക് ആൾട്ട്മാൻ നല്ല കണക്ഷൻ ഉണ്ടാക്കി. കമ്പനിയുടെ എല്ലാ കാര്യങ്ങൾക്കും പോളിന്റെ ഉപദേശം തേടും. ഡെവലപ്മെന്റ്സ് ഒക്കെ അപ്പോൾ അറിയിക്കും. നല്ലൊരു സ്വീറ്റ് ബോയ് ഇമേജ് പോൾ ഗ്രഹാമിന്റെ മുന്നിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൽ സാം വിജയിച്ചു. വലിയ കാശ് മുടക്കില്ലാതെ ഉണ്ടാക്കിയ ലൂപ്റ്റ് പോലൊരു ആപ്പ് $43 മില്യൺ വിറ്റ ശേഷം 2012 വൈ കോമ്പിനേറ്ററിലേക്ക് എത്തുമ്പോൾ അയാൾക്കൊരു ഹീറോ പരിവേഷമൊക്കെ കിട്ടി. ഇനി നിങ്ങൾ സാമിന് പറയാനുള്ളത് അല്പനേരം കേൾക്കൂ എന്ന് പറഞ്ഞ് പോൾ ഗ്രഹാം തന്നെ പുതിയ സംരംഭകരുടെ മീറ്റിങ്ങുകളിൽ അയാൾ പ്രസന്റ് ചെയ്തു. ഈ കളിയിലും സാം വിചാരിച്ചിടത്തേക്ക് തന്നെ പന്ത് കൃത്യമായി എത്തി. 2012 സാം ആൾട്ട്മാനെ വൈ കോമ്പിനേറ്ററിൽ ഒരു പാർട്ട് ടൈം പാർട്ട്ണറായി പോൾ ഗ്രഹാം നിയമിച്ചു. ചെറിയ ചുമതലയല്ല, വലിയ ഉത്തരവാദിത്തങ്ങളുള്ള ജോലി. പാർട്ട്ണർ എന്ന നിലയിൽ വൈസിയിലെത്തുന്ന പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് ഫണ്ട് എങ്ങനെ സമാഹരിക്കണം, നിക്ഷേപകരെ എങ്ങനെ ആകർഷിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ സാം ഉപദേശം നൽകും. നന്നായി സംസാരിക്കാനും സാമ്പത്തിക അവസരങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവുകൊണ്ട് സാം വൈസിയിൽ സ്വാധീനമുറപ്പിച്ചു. തന്റെ മാനിപ്പുലേഷൻ ശേഷിയുടെ വിജയം ഒരു സിനിക്കിനെ പോലെ ശരിക്കും അയാൾ ആസ്വദിച്ചു. കാക്കാപിടുത്തവും നിർത്തിയില്ല. പോൾ ഗ്രഹാമിന്റെ നിഴലിൽ നിന്ന് സാം മാറാതെ നിന്നു. അതിന് ഗുണവും കിട്ടി. 2014 പോൾ ഗ്രഹാം വൈസിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് മാറാൻ തീരുമാനിച്ചപ്പോൾ അക്കാലത്ത് കമ്പനിയിലുള്ള പ്രഗത്ഭരായ മറ്റനേകം സീനിയർ സ്പെഷ്യലിസ്റ്റുകളെ മറികടന്ന് തന്റെ പിൻഗാമിയായി അദ്ദേഹം തിരഞ്ഞെടുത്തത് വെറും 28 വയസ്സുകാരനായ സാം ആൾട്ട്മാനെയായിരുന്നു. 2014 ഫെബ്രുവരിയിൽ സാം ആൾട്ട്മാൻ വൈ കോമ്പിനേറ്ററിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റു. വൈ കോമ്പിനേറ്ററിനെ ഒരു നീരാളിയെപ്പോലെ സാം ആൾട്ട്മാൻ വരിഞ്ഞു മുറുക്കി. സീനിയേഴ്സിനെ നിശബ്ദരാക്കി. സാം ആൾട്ട്മാൻ അറിയാതെ, അയാളുടെ താല്പര്യങ്ങളോട് യോജിക്കാതെ ഒരു സ്റ്റാർട്ടപ്പിനും അക്കാലത്ത് വൈസിയിൽ നിന്ന് 10 പൈസ സഹായം കിട്ടിയിരുന്നില്ല. ഇതൊരു ചക്കരക്കോടാണെന്ന് സാം ആൾട്ട്മാൻ അറിയാം. ലോകം മാറ്റിമറിക്കാൻ പോകുന്ന ആശയങ്ങളാണ് തന്റെ മുന്നിൽ വരുന്നത്. ഇതിൽ നിന്നെല്ലാം സ്വന്തമായി ലാഭം എടുത്തുകൂടെ എന്നായി അയാളുടെ ചിന്ത. അതിന് സാം കണ്ടെത്തിയ വഴിയാണ് ഹൈഡ്രാസിൻ ക്യാപിറ്റൽ എന്ന കമ്പനി. സാം ആൾട്ട്മാന്റെ സ്വന്തം കമ്പനി. പുതിയ സ്റ്റാർട്ടപ്പുകൾക്കും ആശയങ്ങൾക്കും ഫണ്ട് നൽകി അവരെ വിഴുങ്ങുന്ന കമ്പനി. സിമ്പിൾ ഓപ്പറേഷനാണ്. വൈസിയിൽ നല്ല ആശയങ്ങൾ വരും. ഊബറിനെയും എയർബിഎൻബിയെയും പോലെ ഇൻഡസ്ട്രിയെ ഡിസ്റപ്റ്റ് ചെയ്യാൻ ശേഷിയുള്ള മികച്ച ആശയങ്ങൾ. അത് സ്വാഭാവികമായും സാം ആൾട്ട്മാന്റെ ടേബിളിലെത്തും. അവിടെ അയാൾ അയാളുടെ കളി കളിക്കും. ആശയം കൊണ്ടുവരുന്നവരെ രഹസ്യമായി കാണും. എന്തിനു വൈ കോമ്പിനേറ്റർ പോലെ ഇത്രയും സങ്കീർണമായ ഫണ്ടിങ്ങിന്റെ പിന്നാലെ പോകുന്നു? എൻ്റെ സ്വന്തം കമ്പനിയായ ഹൈഡ്രാസിൻ ക്യാപിറ്റൽ പണം നൽകാമെന്ന് പറയും. അല്ല, അസൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബിസിനസ്. എങ്ങനെയെങ്കിലും മൂലധനം കണ്ടെത്താൻ ആലവായുന്ന ഇന്നോവേറ്റർമാർ അത് സമ്മതിക്കും. വൈസിയുടെ നഷ്ടം ഹൈഡ്രാസിൻ്റെ നേട്ടമാവും. മില്യൺ കണക്കിന് ഡോളറാണ് സാം സ്റ്റാർട്ടപ്പുകൾക്ക് ഫണ്ടായി നൽകിയത്. ലൂപ്റ്റ് വിറ്റ പണം കയ്യിലുണ്ടായിരുന്നല്ലോ. അതിൽ നിർത്തിയില്ല. വൈസിയുടെ റിസോഴ്സുകളും ഫണ്ടിങ്ങും ഉപയോഗിച്ച് സാം അയാളുടെ സ്വന്തം ഇഷ്ടത്തിൽ വൈസി റിസർച്ച് എന്ന പേരിൽ ഒരു സബ്സിഡിയറി ഉണ്ടാക്കി. സ്വന്തം നേട്ടത്തിന് വേണ്ടി മാത്രം. യഥാർത്ഥത്തിൽ ഈ വൈസി റിസർച്ചിൽ നിന്നാണ് ഓപ്പൺ എഐയുടെ ജനനം തന്നെ. താൻ ചെയ്ത തെറ്റ് പോൾ ഗ്രഹാമിന് മനസ്സിലായി. അറബി കൂടാരത്തിൽ ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെ ഇവൻ വൈസിയുടെ കഴുക്കോലും ഊരിയെ പോകുമെന്നായപ്പോൾ അദ്ദേഹം ഇടപെട്ടു. 2019 മാർച്ചിൽ സാമിനെ വൈ കോമ്പിനേറ്ററിൽ നിന്നും പുറത്താക്കി. താൻ ചെയ്ത തെറ്റിനെ പോൾ പരിഹാരം ചെയ്തെങ്കിലും സംഭവിക്കേണ്ട ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് കാരുണ്യമില്ലാത്ത ആക്രമണമാണ് പോൾ ഗ്രഹാം സാം ആൾട്ട്മാനെതിരെ മാധ്യമങ്ങളിലൂടെ നടത്തിയത്. അവൻ എന്നെ പറ്റിച്ചു, അവൻ ഞങ്ങളുടെ സ്ഥാപനത്തെ നശിപ്പിച്ചു, അവൻ 24 മണിക്കൂറും നുണ മാത്രം പറയുന്നവനാണെന്നെല്ലാം പോൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും സാമിനെ ഏശിയില്ലെന്ന് മാത്രം. കാരണം അപ്പോഴേക്കും അയാൾ അതിലും വളരെ 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 വലിയ ഒന്നിൻ്റെ പണിപ്പുരയിലായിരുന്നു. ഓപ്പൺ എഐ നോൺ പ്രോഫിറ്റ് കോർപ്പറേഷനാണ്. ഞങ്ങൾക്ക് ലാഭം വേണ്ട. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യവംശത്തിൻ്റെ നന്മയ്ക്കായി ഉപയോഗിക്കപ്പെടണം. അതെല്ലാം മനുഷ്യർക്കും ആക്സസ് ഉള്ളതായിരിക്കണം. ഇതൊക്കെയായിരുന്നു ഓപ്പൺ എഐ തുടങ്ങിയപ്പോൾ തൻ്റെ സ്ഥിരം മാനിപ്പുലേഷൻ ശൈലിയിൽ സാം ആൾട്ട്മാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കാലം കൊണ്ട് വലിയ കമ്പനികൾ എങ്ങനെ ഉണ്ടാക്കണം, അതിന് എങ്ങനെ ഹൈപ്പ് കൊടുക്കണം, നല്ല വിലയ്ക്ക് അതെങ്ങനെ വിൽക്കണം, ശതകോടീശ്വരന്മാരെയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർമാരെയും എങ്ങനെ ആവേശം കൊള്ളിക്കണം, ഇതിലൊക്കെ ലോകത്ത് അയാളെ വെല്ലാൻ മറ്റൊരു സാം ആൾട്ട്മാൻ ഉണ്ടായിരുന്നില്ല. ഓപ്പൺ എഐയുടെ ഏറ്റവും വലിയ മൂലധനവും ആ കൊള്ളിമീൻ പോലത്തെ നാവും നാനോ സെക്കൻഡ് വേഗതയിൽ ഉടായിപ്പ് ബുദ്ധി വന്നു നിറയുന്ന അയാളുടെ തലച്ചോറും തന്നെയായിരുന്നു. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായി തുടങ്ങിയാൽ വലിയ ഡൊണേഷനും നികുതി ഇളവുകളും കിട്ടും. മാനവരാശിയുടെ നന്മയ്ക്കായി സൗജന്യമായി എഐ വികസിപ്പിക്കുമെന്ന ആൾട്ട്മാന്റെ വാഗ്ദാനം വിശ്വസിച്ചാണ് എലോൺ മസ്ക് അടക്കമുള്ളവർ പണം നൽകിയത്. $100 മില്യൺ കളക്ട് ചെയ്യാൻ ഒറ്റ ദിവസം മതിയെന്ന നിലയിലേക്ക് സാമിന്റെ കരിസ്മ വളർന്നു. സഹപ്രവർത്തകർ ഞെട്ടിപ്പോയി. കമ്പനി വളർന്നപ്പോൾ സാം പറഞ്ഞതുപോലെയാണോ നടന്നത്? ലാഭേച്ഛയില്ലാതെ തുടങ്ങിയ ഓപ്പൺ എഐ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളിൽ ഒന്നായി മാറി. $800 ബില്യൺ മൂല്യമുള്ള കമ്പനി. ഹ്യൂമാനിറ്റി എന്ന വാക്ക് നിക്ഷേപകരെയും പൊതുജനങ്ങളെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഒരു വെറും മാർക്കറ്റിംഗ് തന്ത്രം മാത്രം. എന്നിട്ടും ഓപ്പൺഹൈമറെ പോലെ അയാൾ വേൾഡ് ടൂർ നടത്തി മാനവസേവ കൊണയടി തുടർന്നുകൊണ്ടിരുന്നു. ഉദാഹരണത്തിന് ആദ്യകാലത്തെ ഓപ്പൺ എഐ മൈക്രോസോഫ്റ്റ് ഡീൽ നോക്കൂ. കാശിനും ഇൻഫ്രാസ്ട്രക്ചറിനും ക്ഷാമം തോന്നിയപ്പോൾ സാം പോയി മൈക്രോസോഫ്റ്റിൻ്റെ സത്യനാഥലയെ കണ്ടു. 8,000 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ ഒരാളെ കാത്തിരുന്ന പോലെയായിരുന്നു മൈക്രോസോഫ്റ്റ്. അവർ പണവും ഇൻഫ്രാസ്ട്രക്ചറും തരാം എന്ന് സമ്മതിച്ചു. പക്ഷേ ചില കണ്ടീഷനുകളുണ്ട്.
ഓപ്പൺ മോഡലുകൾ ട്രെയിൻ ചെയ്യുന്നതിനായി മൈക്രോസോഫ്റ്റ് അവരുടെ പവർഫുള്ളായ അസൂർ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സംവിധാനം പൂർണ്ണമായി വിട്ടുകൊടുത്തു. പകരമായി ഓപ്പൺ ഗവേഷണം പുരോഗമിക്കുന്ന മുറയ്ക്ക് അവരുണ്ടാക്കുന്ന സാങ്കേതിക വിദ്യകൾ മൈക്രോസോഫ്റ്റ് പ്രൊഡക്റ്റുകളിൽ ഉൾപ്പെടുത്താൻ അനുവദിച്ചു. നിർമ്മിത ബുദ്ധിക്ക് മനുഷ്യനെ പോലെ ചിന്തിക്കാൻ ശേഷി ലഭിക്കുന്ന ഘട്ടത്തെയാണ് AGI അഥവാ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കുന്നത്. ഈ മൈൽ സ്റ്റോൺ കൈവരിക്കുന്നതുവരെ മാത്രമേ മൈക്രോസോഫ്റ്റിന് ഓപ്പൺ സാങ്കേതിക വിദ്യയിൽ വാണിജ്യപരമായ അവകാശമുണ്ടാകൂ എങ്കിലും ഓപ്പൺ നോൺ പ്രോഫിറ്റ് ഗുണവധികാരത്തിനെതിരായിരുന്നു ഈ വ്യവസ്ഥ. ഇതിൽ നിന്നില്ല കാശ് കിട്ടാൻ സാം ആൾട്ട്മാൻ്റെ വിട്ടുവീഴ്ചകൾ. കരാർ പ്രകാരം ഓപ്പൺ ഭാവിയിൽ ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ ഭൂരിഭാഗവും, അതായത് ഏകദേശം 49% നിക്ഷേപിച്ച പണം തിരിച്ചു പിടിക്കുന്നതുവരെ മൈക്രോസോഫ്റ്റിന് കിട്ടും. AI ഫോർ ഓൾ ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ ഓപ്പൺ ആദ്യം രംഗത്ത് വന്നപ്പോൾ സാമിൻ്റെ ഒരു പറച്ചിലുണ്ടായിരുന്നു. മറ്റേതെങ്കിലും ഒരു കമ്പനി തങ്ങളെക്കാൾ ആദ്യം ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് വികസിപ്പിച്ചാൽ തങ്ങൾ ഈ പണി നിർത്തി തങ്ങളുടെ എല്ലാ ഗവേഷണങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും ആ കമ്പനിക്ക് നൽകുമെന്നായിരുന്നു ആ പ്രഖ്യാപനം. അതായത് മാനവരക്ഷയാണല്ലോ നമ്മുടെ ലക്ഷ്യം. എവിടെ അത് വെറും വാക്കായിരുന്നുവെന്ന് ഓപ്പൺ മൈക്രോസോഫ്റ്റ് ഡീലോടെ തെളിഞ്ഞു. മറ്റൊരു കമ്പനി കൂടുതൽ സുരക്ഷിതമായി AGI വികസിപ്പിച്ചാൽ അവരെ സഹായിക്കണം എന്ന ഓപ്പൺ യഥാർത്ഥ സുരക്ഷാ വ്യവസ്ഥ അട്ടിമറിച്ച് അത് വീറ്റോ ചെയ്യാനുള്ള അധികാരം മൈക്രോസോഫ്റ്റ് ഈ കരാറിലൂടെ നേടിയെടുത്തു. തങ്ങൾ പറഞ്ഞെടുത്തു നിന്ന് സാം ആൾട്ട്മാൻ മുട്ടിലഴിഞ്ഞപ്പോൾ മൈക്രോസോഫ്റ്റ് പണം നൽകി. ആദ്യം $1 ബില്യൺ, പിന്നീട് പല ഘട്ടങ്ങളിലായി $13 ബില്യൺ നിക്ഷേപവും. ഓപ്പൺ മനുഷ്യസ്നേഹികളുണ്ടായിരുന്നു. ഓർഗനൈസേഷന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്കെതിരെയാണ് മൈക്രോസോഫ്റ്റ് ഡീലെന്ന് ആരോപിച്ച് ഒരു വിഭാഗം രംഗത്തെത്തി. അവരിൽ പ്രമുഖനായിരുന്നു ഓപ്പൺ സുരക്ഷാ ഡയറക്ടറായിരുന്ന ഡാരിയോ അമോഡെ. അരുത് സാമേ എന്ന് 1000 വട്ടം ഡാരിയോ അമോഡെ അപേക്ഷിച്ചു. പരസ്യമായും രഹസ്യമായും പറഞ്ഞു. ഡയറക്ടർ ബോർഡിന്റെ മുന്നിൽ ചെന്നു എന്ന് പറഞ്ഞു. മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡിൽ ഓപ്പൺ റൺ ചെയ്യുന്നതിനേക്കാൾ വലിയ ദുരന്തം വരാനില്ലെന്നായിരുന്നു ഡാരിയോ പ്രവചിച്ചത്. ഓപ്പൺ കർശനമായ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ ആൾട്ട്മാൻ മൈക്രോസോഫ്റ്റ് കരാറിനായി അട്ടിമറിച്ചു. കരാറിലെ സുരക്ഷാ മാറ്റങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ മാറ്റം കരാറിലില്ല എന്ന് ഡാരിയോയുടെ മുഖത്ത് നോക്കി അയാൾ നുണ പറഞ്ഞു. ആൾട്ട്മാൻ്റെ കള്ളങ്ങൾ സഹിക്കവയ്യാതെ ഡാരിയോയും പ്രധാന സുരക്ഷാ എഞ്ചിനീയർമാരും കമ്പനി വിട്ടു. പിന്നീട് അവർ രൂപീകരിച്ച കമ്പനിയാണ് ഇപ്പോൾ ഇതിഹാസ രൂപം കൈവരിക്കുന്ന സാക്ഷാൽ ആന്ത്രോപിക്. ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് മനുഷ്യരാശിയുടെ മഹത്തായൊരു നാഴികക്കല്ലാക്കുന്നതിന് പകരം $100 ബില്യൺ ലാഭമുണ്ടാക്കുന്ന ഒന്നായി മൈക്രോസോഫ്റ്റ് കരാറിൽ ആൾട്ട്മാൻ നിർവചിച്ചു. അവിടെയും വായിലെ നാക്കുകൊണ്ട് അയാൾ ജയിച്ചു. മനുഷ്യത്വം എന്നേക്കുമായി ഓപ്പൺ പടിയിറങ്ങി. ഇനി ഓപ്പൺ പ്രൊഡക്റ്റുകളുടെ കാര്യത്തിലോ അതിലും കഴുകൻ കണ്ണുകളുടെ ലാഭം മാത്രം ലാക്കാക്കിയാണ് സാം ഇടം വലം നിറഞ്ഞു കളിച്ചത്. ChatGPTയുടെ വിജയം ഒരു AI വിപ്ലവമല്ല, കൃത്യമായ സമയത്ത് വിപണിയിലിറക്കിയ ഒരു മികച്ച മാർക്കറ്റിംഗ് പരീക്ഷണമായിരുന്നു. ഓപ്പൺ ബോർഡിന്റെ അനുമതിയില്ലാതെയാണ് ആൾട്ട്മാൻ ChatGPT പെട്ടെന്ന് ലോഞ്ച് ചെയ്തത്. അത് വിജയിച്ചതോടെ താൻ പറഞ്ഞതിനെല്ലാം അല്പകാലത്തേക്കെങ്കിലും സാം ആൾട്ട്മാന് സാധൂകരണം കിട്ടി. പക്ഷെ പിന്നീട് വന്നതെല്ലാം 8 നിലയിലാണ് പൊട്ടിയത്. വലിയ ഹൈപ്പോടെ അവതരിപ്പിച്ച സോറ ടെക്സ്റ്റ് വീഡിയോ ഇൻ്റർഫേസ് ഓരോ ദിവസവും ഓപ്പൺ ഉണ്ടാക്കി വെച്ച നഷ്ടം $15 മില്യൺ. ഒരു ദിവസത്തെ നഷ്ടം $15 മില്യൺ. വേഗത അടച്ചുപൂട്ടി. പിന്നാലെ ആമസോണിനെ വെല്ലുവിളിക്കാൻ കൊണ്ടുവന്ന ഇൻസ്റ്റന്റ് ചെക്കൗട്ട് ഫീച്ചർ പരാജയപ്പെട്ട ആഴ്ചകൾക്കകം കെട്ടിപ്പൂട്ടി. ഗൂഗിളിന്റെ മൊണോപ്പൊളി തകർക്കാനെന്ന പേരിൽ പുറത്തിറക്കിയ അറ്റ്ലസ് എന്ന AI വെബ് ബ്രൗസറും പാഴ്പണിയായി. ഒരു വലിയ പ്രഖ്യാപനം നടത്തി പണം വാങ്ങി അത് പരാജയപ്പെടുമ്പോൾ അടുത്ത പ്രഖ്യാപനത്തിലേക്ക് കടക്കുക. അതാണ് സാമിൻ്റെ രീതി. ആപ്പിളിൻ്റെ ഐഫോണും ഐമാക്കും ഡിസൈൻ ചെയ്ത വിഖ്യാത ഡിസൈനർ ജോണി ഐവും സാം ആൾട്ട്മാനും ചേർന്ന് ഒരു സ്വപ്ന പദ്ധതി പ്രഖ്യാപിച്ചു. ഒരു സീക്രട്ടീവ് AI ഹാർഡ്വെയർ പ്രൊജക്റ്റ്. വെറും തരിയുടെ പരിപാടി. ഫോണിന് പകരമുള്ള ഡിവൈസ് ആകുമെന്നായിരുന്നു വാഗ്ദാനം. നിലവിലുള്ള സ്മാർട്ട് ഫോണുകൾക്ക് പകരം പൂർണ്ണമായും AIയിൽ പ്രവർത്തിക്കുന്ന സ്ക്രീനുകൾക്ക് വലിയ പ്രാധാന്യമില്ലാത്ത ഒരു ന്യൂ ജനറേഷൻ പേഴ്സണലൈസ്ഡ് ഗാഡ്ജറ്റ് നിർമ്മിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഈ പ്രൊജക്റ്റിനായി ജോണി ഐവിൻ്റെ ലവ് ഫ്രം എന്ന കമ്പനിയുമായി സാം ആൾട്ട്മാൻ കൈകോർത്തു. അതുപോലെ ഒരു ഉടായ്പ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി. $6.5 ബില്യൺ പഹയം പിരിച്ചെടുത്തത്. കേരള സംസ്ഥാനത്തിൻ്റെ ഒരുമാതിരപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ വേണ്ടി വരുന്ന തുക. എന്നിട്ട് വല്ലതും നടന്നു? ചരിത്രത്തിൽ മറ്റൊരു ഗാഡ്ജറ്റും വിറ്റുപോകാത്ത അത്ര വേഗത്തിൽ. അതായത് ഒരു ദിവസം 100 ബില്യൺ AI ഫോണുകൾ വിൽക്കുമെന്നായിരുന്നു സാമിൻ്റെ പ്രഖ്യാപനം. എന്നാൽ ഇതിൻ്റെ ഒരു ഡെമോ പോലും ഇതുവരെ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടില്ല. $6.5 ബില്യൺ എവിടെ പോയെന്ന് സാമിന് മാത്രം അറിയാം. പുതിയ ഡിവൈസ് എപ്പോൾ സംസാരിക്കണം, എപ്പോൾ നിശബ്ദനായിരിക്കണം, ആവശ്യമുള്ള വലിയ കമ്പ്യൂട്ടിംഗ് പവർ എവിടെ നിന്ന് കണ്ടെത്തണം, ബാറ്ററി ലൈഫ് എങ്ങനെ നിലനിർത്തണം തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾ പോലും ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഈ പ്രൊജക്റ്റ് നിലവിൽ കടുത്ത പ്രതിസന്ധിയിലാണ്. ഇങ്ങനെ ഉടായിപ്പൊക്കെ കാട്ടി മുന്നോട്ട് പോകുക ആദ്യത്തെ തിരിച്ചടി വന്നു. നോട്ട് കൺസിസ്റ്റൻ്റ്ലി കാൻഡിഡ്, അതായത് നിർത്താതെ നുണ പറയുന്നു എന്ന കാരണം പറഞ്ഞ് 2023 നവംബറിൽ ഓപ്പൺ AI ബോർഡ് സാം ആൾട്ട്മാനെ പുറത്താക്കി. കമ്പനിയിൽ സാമിൻ്റെ ഏകാധിപത്യമാണ്. എക്സിക്യൂട്ടീവുകളെ ഉടായിപ്പിലൂടെ പരസ്പരം തെറ്റിച്ചും വിവരങ്ങൾ മറച്ചുവെച്ചും കമ്പനിക്കുള്ളിൽ സാം ഒരു ടോക്സിക് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി. ഒരു കാര്യം ആരും അറിയുന്നില്ല. കമ്പനിയുടെ സുപ്രധാന തീരുമാനങ്ങളും ChatGPT ലോഞ്ച് പോലും ബോർഡംഗങ്ങൾ അറിഞ്ഞത് ട്വിറ്ററിലൂടെയാണ്. സാമാണ് മാനിപ്പുലേഷൻ പ്രിൻസാണ്. പുറത്താക്കപ്പെട്ടപ്പോൾ മറ്റ് ജീവനക്കാരെയും നിക്ഷേപകരെയും സ്വാധീനിച്ച് 5 ദിവസത്തിനുള്ളിൽ അയാൾ പഴയ സ്ഥാനത്തേക്ക് തിരിച്ചു വന്നു. വന്ന ശേഷം ചാരിത്ര പ്രസംഗങ്ങളുടെ കൂമ്പാരമായിരുന്നു.
ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ലോകം മുഴുവൻ കറങ്ങി നടന്ന് അയാൾ നുണ പറഞ്ഞു. തനിക്ക് ഓപ്പൺ എഐയിൽ ഓഹരികളില്ല. ഓപ്പൺ എഐ ഇപ്പോഴും നോൺ പ്രോഫിറ്റ് ആണ്. അത് മനുഷ്യവംശത്തിന് മുഴുവനും വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നെല്ലാം. തനിക്ക് കമ്പനിയിൽ ഇക്വിറ്റി ഇല്ല എന്ന് ആൾട്ട്മാൻ അവകാശപ്പെടുന്നത് ഒരു ലീഗൽ ലൂപ്പ് ഹോളാണ്. ശരിയാണ്, സാമിന് ഓപ്പൺ എഐയിൽ ഓഹരിയില്ല. പക്ഷേ കമ്പനി നിയമപ്രകാരം ഓഹരികളില്ലെങ്കിലും ഇൻഡിപെൻഡന്റ് ഡയറക്ടറാകാം. അതുവഴി ബോർഡിനെ നിയന്ത്രിക്കാം. അതിനുള്ള വൈഭവം സാമിനുണ്ട്. പിന്നെ എങ്ങനെയാണ് ഓപ്പൺ എഐ സാം സ്വന്തം നേട്ടത്തിന് ഉപയോഗിക്കുന്നുവെന്ന് പറയുന്നത്? അതാണ് ഇതിലെ വലിയ കളി. ഓപ്പൺ എഐക്ക് ആവശ്യമായ ഡാറ്റ, വൈദ്യുതി, ചിപ്പുകൾ തുടങ്ങിയവ നൽകുന്ന കമ്പനികളിലെല്ലാം ആൾട്ട്മാന് വ്യക്തിപരമായ നിക്ഷേപമുണ്ട്. തൻ്റെ സ്വന്തം കമ്പനികളായ ഹീലിയോൺ, ഓക്ലോ എന്നിവയാണ് ഓപ്പൺ എഐയുടെ ഡാറ്റാ സെൻറ്ററുകൾക്ക് വൈദ്യുതി നൽകുന്നത്. റെഡിറ്റിൻ്റെ കാര്യം നോക്കൂ. 2014-ലും 2015-ലും 2021-ലും സാം ആൾട്ട്മാൻ റെഡിറ്റിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തി. അതിനുശേഷം റെഡിറ്റ് ഡാറ്റ ഓപ്പൺ എഐ ട്രെയിനിങ്ങിനായി വാങ്ങുന്ന ഡീൽ സാം തന്നെ ഉണ്ടാക്കി. എങ്ങനെയുണ്ട്? ഓപ്പൺ എഐ വളരുമ്പോൾ അതിൻ്റെ ഓഹരി ഉടമ എന്ന നിലയിലല്ല, അതിന് ചുറ്റുമുള്ള ബിസിനസ്സുകളുടെ ഉടമ എന്ന നിലയിലാണ് സാം ബില്യൺ കണക്കിന് ഡോളർ സമ്പാദിക്കുന്നത്. 2026-ൽ എലോൺ മസ്ക് നൽകിയ കേസിൽ ആൾട്ട്മാൻ ഒരു കോൺമാൻ ആണെന്നും മാനവരാശിയുടെ നന്മയ്ക്ക് എന്ന് പറഞ്ഞു തുടങ്ങിയ ഈ ചാരിറ്റിയെ സ്വന്തം ലാഭത്തിനായി ഹൈജാക്ക് ചെയ്തുവെന്നും ആരോപിച്ചിട്ടുണ്ട്. ഓപ്പൺ എഐ ഒരു ലാഭേച്ഛയില്ലാത്ത സ്ഥാപനമാണെന്നും ഇതിൻ്റെ ലക്ഷ്യം മാനവരാശിയെ രക്ഷിക്കുകയാണെന്നുമുള്ള സാമിൻ്റെ വാഗ്ദാനങ്ങൾ വെറും ഹോട്ട് എയർ ഫിലാന്ത്രോപ്പി മാത്രമായിരുന്നുവെന്നാണ് മസ്കിൻ്റെ വക്കീലന്മാർ കോടതിയിൽ വാദിച്ചത്. എലോൺ മസ്കിൻ്റെ $38 മില്യൺ ഓപ്പൺ എഐയിൽ കിടപ്പുണ്ട്. തന്നെ ചതിച്ചാണ് ഈ പണം വാങ്ങിയതെന്ന് ഇലോൺ മസ്ക് കുറ്റപ്പെടുത്തി. ഓപ്പൺ എഐ പ്രോഫിറ്റ് കോർപ്പറേറ്റ് ആക്കിയതോടെ സാമും കൂട്ടരും സ്വന്തമാക്കിയ എല്ലാ സാമ്പത്തിക നേട്ടങ്ങളും കമ്പനിയിലുള്ള അവരുടെ സർവാധികാരവും നിയമപരമായി റദ്ദാക്കണമെന്ന് മസ്ക് കോടതിയോട് ആവശ്യപ്പെട്ടു. സാം ആൾട്ട്മാൻ്റെ വഞ്ചന വഴി തനിക്കുണ്ടായ നഷ്ടത്തിന് പകരം $100 ബില്യൺ നഷ്ടപരിഹാരം വേണമെന്നാണ് മസ്ക് കേസ് കൊടുത്തിരിക്കുന്നത്. ഈ കേസിൻ്റെ വിചാരണയ്ക്കിടെ സാം ആൾട്ട്മാൻ മുൻപ് അയച്ച രഹസ്യ ഇമെയിലുകൾ, ടെക്സ്റ്റുകൾ, മീറ്റിംഗ് നോട്ടുകൾ എന്നിവയെല്ലാം കോടതിയിൽ തെളിവുകളായി പുറത്തു വന്നു. ലോകം നടുങ്ങിപ്പോയ ഇമെയിലുകൾ, എത്രമാത്രം വ്യാജനാണ് ഇയാളെന്ന് മൂക്കത്ത് വിരൽ വെച്ച് പോയ രേഖകൾ. കേസിൻ്റെ ഫോളോ അപ്പുകൾ റിപ്പോർട്ട് ചെയ്ത ന്യൂയോർക്കർ പറഞ്ഞത് തനിക്കെതിരെ സംസാരിക്കുന്ന മുൻ ജീവനക്കാരുടെ വീടുകളിൽ ഓപ്പൺ എഐ റെപ്രസെൻറ്റേറ്റീവുകളെ അയച്ച് ഭീഷണിപ്പെടുത്തുന്ന ശൈലി ആൾട്ട്മാനുണ്ടെന്നാണ്. യുദ്ധങ്ങൾക്കെതിരെ എന്നും സംസാരിക്കുന്ന സാം ആൾട്ട്മാൻ യുദ്ധാവശ്യങ്ങൾക്കായി പെൻറ്റഗണിന് എഐ മോഡലുകൾ വിട്ടുകൊടുക്കാൻ യാതൊരു മടിയും കാണിച്ചില്ലെന്നും ന്യൂയോർക്കർ ആരോപിച്ചു. നിങ്ങളറിയില്ലേ ആരോൺ ഷോർട്സിനെ? ഫസ്റ്റ് പേജ് ഓഫ് ഇൻ്റർനെറ്റ് എന്ന് വിളിപ്പേരുള്ള റെഡിറ്റിൻ്റെ സ്ഥാപകനായ ഇതിഹാസം ആരോൺ ഷോർട്സ്. അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് പറഞ്ഞത് സാമിനെ ഒരിക്കലും വിശ്വസിക്കരുത്, അവൻ സ്വന്തം നേട്ടത്തിനായി എന്തും ചെയ്യുന്നൊരു സോഷ്യോപാത്താണെന്നാണ്. വൈ കോമ്പിനേറ്ററിൻ്റെ 2005-ലെ ഏറ്റവും ആദ്യത്തെ ഹിസ്റ്റോറിക്കൽ ബാച്ചിൽ സഹപങ്കാളികളായിരുന്നു ആരോൺ ഷോർട്സും സാം ആൾട്ട്മാനും. സാം ആൾട്ട്മാൻ ലൂപ്റ്റുമായി വന്നപ്പോൾ ആരോൺ ഷോർട്സ് പിന്നീട് റെഡിറ്റായി മാറിയ ഇൻഫോഗാമി എന്ന പ്രൊജക്റ്റുമായിട്ടാണ് എത്തിയത്. കരിയറിൻ്റെ തുടക്കത്തിൽ സിലിക്കൺ വാലിയിലെ ഒരേ ഫ്രണ്ട് സർക്കിളിൽ പ്രവർത്തിച്ചിരുന്നതിനാൽ സാമിൻ്റെ വളർച്ചയും അയാളുടെ മാനിപ്പുലേറ്റീവ് ബിസിനസ് ശൈലിയും വളരെ അടുത്തുനിന്ന് നിരീക്ഷിക്കാൻ ആരോണിന് കഴിഞ്ഞിരുന്നു. ആരോൺ ഷോർട്സ് ഇൻ്റർനെറ്റിലെ ഇൻഫർമേഷൻ എല്ലാവർക്കും സൗജന്യമായി ലഭിക്കണമെന്ന് വാദിച്ച ലാഭേച്ഛയില്ലാത്ത ആക്ടിവിസ്റ്റായപ്പോൾ സാം ആൾട്ട്മാൻ വലിയ കോർപ്പറേറ്റ് ശൃംഖലകളെയും നിക്ഷേപകരെയും ആകർഷിക്കുന്ന ബിസിനസ് തന്ത്രങ്ങളിലേക്കാണ് തിരിഞ്ഞത്. 2013-ൽ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുൻപ് ആരോൺ ഷോർട്സ് തൻ്റെ ഒരു അടുത്ത സുഹൃത്തിന് സാം ആൾട്ട്മാനെ കുറിച്ച് കടുത്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു. സാമിനെ നീ ഒരിക്കലും വിശ്വസിക്കരുത്, അവൻ സോഷ്യൽ പാത്താണ്, ചതിക്കും എന്നായിരുന്നു ആരോണിൻ്റെ വാക്കുകൾ. മൈക്രോസോഫ്റ്റിൻ്റെ ഒരു സീനിയർ എക്സിക്യൂട്ടീവ് പറഞ്ഞതുപോലെ ചരിത്രം സാമിനെ ഓർക്കുക ഒരു സാങ്കേതിക വിദഗ്ധനായിട്ടൊന്നും ആയിരിക്കില്ല, മറിച്ച് ബെർണി മഡോഫിനെ പോലെയോ സാങ് ബാങ്ക്മാൻ ഫ്രീഡിനെ പോലെയുള്ള ഒരു വൻകിട സ്കാമറായിട്ടായിരിക്കും. എന്തായാലും അയാൾ തുറന്നു കാണിക്കപ്പെടാനിരിക്കുന്ന കാലമാണ് വരാനുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി കാത്തിരിക്കാം.